വെൽക്കം ടു ഫ്ലൈം ബേർഡ്സ്. ഇന്ന് വീണ്ടും ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് ഞാൻ വന്നേക്കണേ. ക്രിസ്മസ് സീരീസ് ആണല്ലോ, അപ്പോൾ പിന്നെ കേക്കുകൾ വേണ്ടത് കാണിക്കാം. ഈ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൗണ്ട് കേക്കാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കണേ. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേ അളവ് 1:1:1:1. അതാണ് ഈ പൗണ്ട് കേക്കിൻ്റെ പ്രത്യേകത. പിന്നെ ബട്ടറി ആയിരിക്കും കൂടുതലും. അപ്പം അതാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കണേ. ഞാൻ മിക്കപ്പോഴും ഈ റെസിപ്പി പലതരത്തിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു ലെമൺ പൗണ്ട് കേക്കാണ്. ക്രിസ്മസിന് മാത്രമല്ല, അല്ലാത്ത സമയത്തും നിങ്ങൾക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേ, ഗസ്റ്റുകൾക്ക് ഉണ്ടാക്കി കൊടുക്കേ, ക്രിസ്മസിന് ഗിഫ്റ്റ് ചെയ്യേ, ക്രിസ്മസിന് തന്നെ സെയിൽ ചെയ്യേ, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഈസി റെസിപ്പിയാണ്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം തന്നെ എടുത്തേക്കണത് ബട്ടറും മാർജറിനുമാണ്. അതായത് എൻ്റെ റേഷ്യോ തുടങ്ങണത് 200 ഗ്രാമിലാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും 200-ൽ വേണമല്ലോ. അപ്പോൾ 100 ഗ്രാം ബട്ടറും 100 ഗ്രാം മാർജറിനാണ് എടുത്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുൾ ബട്ടറിൽ ചെയ്യാം, ഫുൾ മാർജറിലും ചെയ്യാം കേട്ടോ. പിന്നെ ഷുഗറിനായിട്ട് ഞാൻ എടുത്തേക്കണത് ഐസിങ് ഷുഗറാണ്. ഐസിങ് ഷുഗർ തന്നെ എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. അതല്ല വീട്ടിലുണ്ടാക്കണമെങ്കിൽ സാധാരണ പഞ്ചസാര പൊടിച്ചാലും മതി. അപ്പോൾ 200 ഗ്രാം എടുത്ത് പൊടിക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ആ ഐസിങ് ഷുഗറിൽ ഇടണം. പിന്നെ ഞാനിപ്പോൾ ഐസിങ് ഷുഗർ വാങ്ങിയേക്കാണ് കേട്ടോ. ഇനി 4 മുട്ട, 50 ഗ്രാമിൻ്റെ 4 മുട്ടയാണ് എടുത്തേക്കണം. അപ്പോൾ 200 ഗ്രാം ആയില്ലേ. പിന്നെ നമുക്ക് മൈദ, മെയിനായിട്ട് മൈദ വേണ്ടത് 200 ഗ്രാം തന്നെ സെയിം. പിന്നെ ഇതിന് നമ്മൾ ഉണ്ടാക്കണത് ലെമൺ പൗണ്ട് കേക്ക് ആയ കാരണം ലെമൺ ആയിട്ട് എടുത്തേക്കണത്. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കണതാണ്. ഇതുപോലത്തെ ലെമണാണ് യൂസ് ചെയ്യാൻ നല്ലത്, കാരണം ഇതിന് പുളി കുറവാണ്. അപ്പം ഇത് എടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ഈ സാധാ മോഡലാണെങ്കിൽ ഇതെടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ 2 ലെമണിൻ്റെ തൊലി ചിരണ്ടി എടുക്കണം കേട്ടോ. സെസ്റ്റ് 2 എണ്ണത്തിൻ്റെ വേണ്ടി വരും. പിന്നെ വേണ്ടത് അതിൻ്റെ സെസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് ജ്യൂസ് വേണം ലെമണിൻ്റെ. പിന്നെ ഇത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒന്ന് വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസും. ഇത്ര സാധനങ്ങൾ മതി നമുക്ക് ഉണ്ടാക്കാൻ. ഇനി നമുക്ക് വലിയൊരു ബൗളിലേക്ക് ഈ ബട്ടർ ഭയങ്കര ലൂസാവരുത് കേട്ടോ. അതുപോലെ കട്ടി ഉണ്ടാവണം കുറച്ച്. എന്നാൽ ഭയങ്കര കട്ടിയും പാടില്ല. ഇതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ഇനി ഫസ്റ്റ് ഇത് മാത്രമായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഈ ബട്ടർ ഒന്ന് ലൈറ്റ് ക്രീം കളറ്, ക്രീം കളറിൽ നിന്ന് ഒരു ലൈറ്റ് കളറിലേക്ക് മാറും. അപ്പോഴാണ് പഞ്ചസാര ഇടണേ. ബട്ടറും പഞ്ചസാരയും നല്ലോണം ബീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ട കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ മുട്ട വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്ന് ഇട്ടാൽ മതി കേട്ടോ. ഓരോ മുട്ട ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഈ മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടി മിക്സ് ചെയ്യാം. ഈ മൈദ നമുക്ക് ഈ ബാറ്ററിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം.
ഇനി മൈദ ഇട്ടിട്ട് ലാസ്റ്റ് നമുക്ക് ഈ ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ലെമൺ കേക്കിനേക്ക് ആവശ്യമുള്ള സെസ്റ്റ് കണ്ട, ഇതാണ് ഇതിന് ഫ്ലേവർ കൊടുക്കണേ. അപ്പം കയ്പില്ലാണ്ട് എടുക്കണം കേട്ടോ, മോൾ ഭാഗം മാത്രം എടുക്കണം, വൈറ്റ് കളറ് പെടാണ്ട് നോക്കണം. പിന്നെ നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാരങ്ങയാണെങ്കിൽ നമുക്ക് ഒരു നാരങ്ങയുടെ അര മുറി പിഴിഞ്ഞു വെച്ചാൽ മതി. ഇത് പുളി അധികം ഇല്ലാത്തതായ കാരണം ഞാനിപ്പോൾ അത് ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇപ്പം നല്ല ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതുപോലത്തെ പേപ്പർ മോൾഡുകൾ വാങ്ങിക്കാൻ കിട്ടും, അതിലാണ് ചെയ്യണേ കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു ഹാഫിനേക്കാൾ ഒരു പൊടിക്ക് വേണമെങ്കിൽ മുന്നിട്ട് നിൽക്കാം. നിറച്ച് വെക്കരുത്, കാരണം ഇത് പൊന്തി വരില്ലേ. ഇത് ബാറ്റർ പകർത്താം. അപ്പം 2 പേപ്പർ ട്രേയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പ്രീ ഹീറ്റായ അവനിലേക്ക് ഒരു 40 മിനിറ്റിൻ്റെ അടുത്ത് എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഓരോരുത്തരുടെ അവനനുസരിച്ച് ടൈം വ്യത്യാസം ഉണ്ടാവും. അരമണിക്കൂർ നിങ്ങൾ എന്തായാലും വെക്കുക, അതിനുശേഷം ചെക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എടുക്കുക, വെക്കാം കേട്ടോ. ഇവിടെ നമ്മുടെ ലെമൺ പൗണ്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 40 മിനിറ്റോളം എനിക്ക് ആയിട്ടുണ്ട് കേട്ടോ ടൈം. നിങ്ങളുടെ ഓരോരുത്തരുടെ ഓവനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ, അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പം നല്ല അടിപൊളി ലെമൺ പൗണ്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്കൊരു ഗ്ലേസ് ഉണ്ടാക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു ലെമൺ ഗ്ലേസും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവും. ലെമൺ ഗ്ലേസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ആയാലും മതി ഇട്ടതിന്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിങ്ങനെ അലിഞ്ഞു വരും. കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇതുപോലെ വരും, നല്ല ഗ്ലേസ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡ്രിസിൽ ചെയ്യാം. ലെമൺ പൗണ്ട് കേക്ക് ഞാനിവിടെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം, നോക്ക്. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര സോഫ്റ്റാണ്, കണ്ടാ. സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കണം, കണ്ട. സോഫ്റ്റ് കോട്ടൺ പോലെ, കണ്ട. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിലിട്ട് അലിഞ്ഞു പോണ്. ടെക്സ്ചർ തന്നെ കണ്ടാലറിയാം, നോക്ക്. നല്ല മോയിസ്റ്റാണ്. ആ ഗ്ലേസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ്സാണ്. ലെമണിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലേ, നല്ല അടിപൊളി കേക്കാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്തോ. വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വിൽക്കാം. എന്നോട് വില ചോദിക്കരുത് എത്ര കാശിനാണ് വിൽക്കണ്ടേന്ന്, കാരണം എനിക്കറിയില്ല. ഞാനിതൊക്കെ കൊടുക്കണത് എൻ്റേതായ ഒരു റേറ്റിനാണ് കൊടുക്കണത്. കാരണം എനിക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വല്ല ഷോപ്പുകളിലൊക്കെ പോയി അന്വേഷിച്ചിട്ട് അതിൻ്റെ റേറ്റ് അനുസരിച്ച് വിൽക്കാൻ ശ്രമിക്കാം. എനിക്ക് വില പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ.
അപ്പം ക്രിസ്മസിൻ്റെ അടുത്ത പുതിയൊരു ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവരും ഒന്ന് കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.